അറ്റാക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള നൂതന മിഷണറി സഹായവും ഇവിടെ ലഭ്യമാണ്. പൂക്കോട്ടുംപാടത്ത് 24/7 പ്രവർത്തിക്കുന്ന ഏക സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മിത്ര ഹോസ്പിറ്റൽ, നിലമ്പൂർ റോഡ്, പൂക്കോട്ടുംപാടം. അമരമ്പലം അമ്പലക്കുന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ 33ാമത് അശ്വതി മഹോത്സവത്തോടനുബന്ധിച്ച് കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. ഡിസംബർ 29 തിങ്കളാഴ്ച രാവിലെ 6 മണിക്ക് നായർ വീട്ടിൽ നിന്നും നെയ്വരവോടുകൂടി അശ്വതി മഹോത്സവത്തിന് തുടക്കമാകും. 9 മണിക്ക് ഭക്തി പ്രഭാഷണം, തുടർന്ന് കിണറ്റിൽ നിന്നും വിഗ്രഹം കണ്ടെടുത്തവരെ ആദരിക്കും. 12 മണിക്ക് സമൂഹ സദ്യ, വൈകുന്നേരം 6:30 പ്രശസ്ത സംഗീത കലാകാരൻ കണ്ണൻ ജി നാദും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത സദസ്സ്, രാത്രി 9 മണിക്ക് മേളകുലപതി ചൊവ്വല്ലൂർ മോഹനകവാര്യരും 25 കലാകാരന്മാരും ചേർന്ന് നയിക്കുന്ന പാണ്ടിമേളം, രാത്രി അന്നദാനം എന്നിവ ക്ഷേത്രത്തിൽ നടക്കും. ഭക്തജനങ്ങളെ സ്വീകരിക്കാൻ വേണ്ട വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്ര കമ്മിറ്റി നടത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായാണ് കലവറ നിറക്കൽ ചടങ്ങ് ക്ഷേത്രത്തിൽ നടന്നത്. ഭക്തജനങ്ങൾ അന്നദാനത്തിനായി നൽകിയ അരി, പച്ചക്കറി മുതലായവ ഭഗവാന് സമർപ്പിച്ചു. കൂടാതെ ജനുവരി 31, ഫെബ്രുവരി 1 തീയതികളിൽ ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി പ്രതിഷ്ഠാദിന മഹോത്സവവും വിവിധ പരിപാടികളോടുകൂടി തൈപ്പൂയം തുടങ്ങിയ ഉത്സവങ്ങളും വരും ദിവസങ്ങളിൽ തുടക്കമാവും. ക്ഷേത്രപൂജകൾക്ക് മുഖ്യ മേൽശാന്തി ശ്രീശൻ നമ്പൂതിരി നേതൃത്വം വഹിക്കും. പരിപാടികൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് KM ഹരിദാസൻ, സെക്രട്ടറി M അജീഷ്, ക്ഷേത്രം ട്രഷറർ P കുഞ്ഞിരാമൻ, ഉത്സവ കമ്മിറ്റി ചെയർമാൻ സജി ഓലയിടത്ത്, കൺവീനർ ബാബു കടമ്പത്ത്, ക്ഷേത്രം രക്ഷാധികാരികൾ, മാതൃസമിതി അംഗങ്ങൾ, അസോസിയേറ്റ് കമ്മിറ്റി അംഗങ്ങൾ, ഉത്സവ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. 29-ാം തീയതി, അതായത് ഡിസംബർ 29-ാം തീയതി ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ മുതൽ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഇന്ന് കലവറ നിറയ്ക്കൽ ചടങ്ങ് ഇവിടെ നടന്നത്. നമുക്കറിയാം, കുറേ വർഷങ്ങളായിട്ട് 33ാമത്തെ വർഷമാണ് നമ്മൾ ഈ അശ്വതി മഹോത്സവം ആഘോഷിക്കുന്നത്. വലിയ പരിപാടികളോടുകൂടിയാണ് ഈ പ്രാവശ്യത്തെ അശ്വതി മഹോത്സവം വളരെ വിപുലമായ രീതിയിൽ തന്നെ നടത്താൻ ക്ഷേത്ര കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ആ ഉത്സവത്തിൽ ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളെയും ഹാർദവമായി ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ 29-ാം തീയതി അതിരാവിലെ തന്നെ നമ്മുടെ ഊരാളന്മാരായിട്ടുള്ള നായർ തറവാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന നെയ്വരവോടുകൂടിയാണ് ഈ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം വിവിധ പരിപാടികളോടുകൂടി തന്നെ ഉത്സവം രാത്രി വരെ അത് നീണ്ടു നിൽക്കും. അതിൻ്റെ ഭാഗം ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നായിട്ട് ആ രാവിലെ നടക്കുന്ന നായർ വീടിൽ നിന്ന് കൊണ്ടുവരുന്ന ആ നെയ്വരവും, അതോടൊപ്പം തന്നെ 11 മണിക്ക് 11:30 നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വിഗ്രഹം കണ്ടെടുത്ത ആളുകൾക്കുള്ള ആ സമ്മാനം കൊടുക്കൽ പരിപാടിയുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് വിപുലമായിട്ടുള്ള സമൂഹ സദ്യ, അതായത് ഭഗവാന്റെ പിറന്നാളിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വിഭവസമൃദ്ധമായിട്ടുള്ള ആ സദ്യ, പിറന്നാൾ സദ്യ ഒരുക്കുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം വരെ വലിയ പരിപാടികളോടുകൂടി തന്നെ ഉത്സവം നടക്കുകയാണ്. അതേപോലെ തന്നെ അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കണ്ണൻ ജി നാദും സംഘവും അവതരിപ്പിക്കുന്ന ഭജന, അതേപോലെ തന്നെ 9 മണിക്ക് പാണ്ടിമേളമുണ്ട്. ചൊവ്വല്ലൂർ മോഹൻ വാര്യരും സംഘവും അവതരിപ്പിക്കുന്ന വളരെ പേരുകേട്ട ആ പാണ്ടിമേളമുണ്ട്. അങ്ങനെ പലവിധ പരിപാടികളോടുകൂടി അന്ന് വിപുലമായ പരിപാടികളോടുകൂടിയാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത്. ഈ ഉത്സവത്തിന് ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹത്തോടു കൂടി ക്ഷേത്രാങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ വരുന്ന ജനുവരി 31-ാം തീയതി, അതായത് 2026 ജനുവരി 31-ാം തീയതി പ്രതിഷ്ഠാ ദിനം നടക്കുകയാണ്. അതേപോലെ തന്നെ ഫെബ്രുവരി 1-ാം തീയതി തൈപ്പൂയ മഹോത്സവം വളരെ വിപുലമായ രീതിയിൽ തന്നെ നടത്താൻ ക്ഷേത്ര കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഈ മുഴുവൻ പരിപാടിയിലേക്കും ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.